ഹായ്, എല്ലാവർക്കും വേ ഓഫ് ലൈഫിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിസ്തു മതത്തിലും യഹൂദ മതത്തിലും ഇസ്ലാം മതത്തിലും ഒരുപോലെ പ്രാധാന്യമുള്ള അബ്രഹാം അല്ലെങ്കിൽ എബ്രഹാം, അതുമല്ലെങ്കിൽ ഇബ്രാഹിം എന്ന പേരുള്ള പ്രവാചകനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയുവാൻ പോകുന്നത്. തികഞ്ഞ ഒരു ഏകദൈവ വിശ്വാസി, ഇദ്ദേഹത്തിന്റെ അഗാധമായ ദൈവസ്നേഹം, ദൈവഭക്തി, ദൈവവിശ്വാസം എന്നിവ കണ്ട് സർവശക്തൻ തന്റെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അതെ, മാനവകുലത്തിന് ദൈവത്തിന്റെ സന്ദേശം നൽകപ്പെട്ട മഹോന്നതനായ പ്രവാചകൻ. അതിനാൽ അബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിളിക്കുന്നു. അബ്രഹാം പ്രവാചകൻ ജനിച്ചത് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് എന്നീ രണ്ട് നദികളുടെ ഇടയിലുള്ള പ്രദേശമായ മെസപ്പൊട്ടേമിയയിലാണ്, അതായത് ഇന്നത്തെ ഇറാഖിലാണ് അബ്രഹാം ജനിച്ചത്. അബ്രഹാമിന്റെ ഭാര്യയായിരുന്നു സാറ. ഇവർക്ക് ജീവിതത്തിൽ ധാരാളം സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ദുഃഖമുണ്ടായിരുന്നു. ഈ ദമ്പതികൾക്ക് മക്കളില്ലായിരുന്നു. അങ്ങനെ ഒരിക്കൽ ഈ അബ്രഹാം പ്രവാചകന്റെ വീട്ടില് 3 അതിഥികൾ വരികയാണ്. അതിഥി എന്നാൽ തിഥിയില്ലാതെ വരുന്നവർ എന്നർത്ഥം. തിഥി എന്നാൽ ക്ഷണമില്ലാതെ, സമയമറിയിക്കാതെ വരുന്നവർ എന്നർത്ഥം. അങ്ങനെ 3 അതിഥികൾ അബ്രഹാമിന്റെ ഭവനത്തിലേക്ക് വരികയാണ്. നമ്മുടെ വീട്ടിൽ അതിഥികൾ എത്തുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ട പലഹാരങ്ങൾ ഒരുക്കി അവർക്ക് നൽകും, അല്ലേ? അവരെ സൽക്കരിക്കും. അതുപോലെ അബ്രഹാമും അങ്ങനെ തന്നെ ചെയ്തു. തനിക്ക് ധാരാളം ആടുകളും പശുക്കളും ഒക്കെ ഉണ്ടായിരുന്നു. പശുക്കൂട്ടത്തിൽ ചെന്ന് നല്ലൊരു കാളക്കുട്ടിയെ തിരഞ്ഞെടുത്ത് തൻ്റെ ബാല്യക്കാരൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇപ്രകാരം പറയുകയാണ്: ഇതിനെ വേണ്ട വിധത്തിൽ രുചികരമായി പാകം ചെയ്ത് കൊണ്ടുവരിക. കൂടാരത്തിൽ തൻ്റെ ഭാര്യയായ സാറായുടെ അടുത്ത് ചെന്ന് ഇപ്രകാരം പറഞ്ഞു: നോക്കൂ, നമുക്ക് 3 അതിഥികൾ വിരുന്നുകാരായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി രുചികരമായ അപ്പം ഉണ്ടാക്കി നൽകുക എന്ന് പറഞ്ഞു. അങ്ങനെ സ്വാദിഷ്ടകരമായ ഇറച്ചിക്കറിയും അപ്പവും വെണ്ണയും പാലും ഒക്കെ ഒരു വൃക്ഷച്ചുവട്ടിൽ അതിഥികൾക്കായി അബ്രഹാം പ്രവാചകൻ ഒരുക്കി. അതിഥികൾ ഭക്ഷണം കഴിച്ച് സംതൃപ്തി നേടി. അവർ അബ്രഹാമിനെയും ഭാര്യയെയും അനുഗ്രഹിച്ചു. വരുന്ന വർഷം ഇതേ സമയം നിങ്ങൾക്കൊരു കുഞ്ഞ് ജനിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ അത് കേട്ടപ്പോൾ അവർക്ക് ആദ്യം വിശ്വാസമായില്ല. ഇതെങ്ങനെ സംഭവിക്കും? എന്നാൽ അവർ വിശ്വസിച്ച് അവരുടെ വാക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിഥി ദേവോ ഭവ എന്ന് ഭാരതത്തിന്റെ ആധ്യാത്മിക ഗ്രന്ഥമായ തൈത്തിരീയ ഉപനിഷത്തിൽ ഒരു ചൊല്ലുണ്ടല്ലേ. വരുന്ന അതിഥി ആരായിരുന്നാലും ആ അതിഥിയെ ദൈവത്തെ പോലെ, ഈശ്വരനെ പോലെ കണ്ട് സേവിക്കുക എന്നാണ് ഇതിന്റെ അർത്ഥം. ഇപ്രകാരം തന്നെ അബ്രഹാം പ്രവാചകനും ആ 3 അതിഥികളെ ഈശ്വരനെ പോലെ തന്നെ കണ്ട് സേവിച്ചു. അവർക്ക് വേണ്ട സൽക്കാരം ഒരുക്കി നൽകി. അവരത് തിന്ന് തൃപ്തരായി അവരെ അനുഗ്രഹിച്ചു. ഒരു ചോദ്യം ഇതിൽ ബാക്കി നിൽക്കുന്നുണ്ടല്ലേ. ഈ 3 അതിഥികളായി എത്തിയവർ ആരായിരുന്നു എന്ന്? ഈ 3 അതിഥികൾ സാക്ഷാൽ ദൈവത്തിന്റെ ദൂതന്മാർ തന്നെ. അവർ പറഞ്ഞതുപോലെ തന്നെ അടുത്ത വർഷം അതേ സമയത്ത് അവർക്കൊരു ആൺകുഞ്ഞ് ജനിക്കുകയാണ്. ഇതുപോലെയുള്ള മനോഹരമായ സംഭവ കഥകളും മറ്റും കേൾക്കുവാനായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്താം എന്ന പ്രതീക്ഷയോടെ വേ ഓഫ് ലൈഫ്.